ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ അലീന എന്നാണ് അവളുടെ പേര് എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അലീനയല്ല, കുരീന എന്ന് പറയാട്ടോ. എനിക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ അവളെ, എനിക്ക് ഇഷ്ടമല്ല അവളെ കാണുന്നത് തന്നെ എന്നൊക്കെ പറയാണ് കമല. അവളെ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഞാനൊന്ന് കാണട്ടെ എന്ന് വൈജയന്തി പറയുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എഴുന്നേക്കാണ് ഹരി. നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയെ പോകാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് രഞ്ജുവിനെ വിളിക്കണം. മോളെ രഞ്ജു ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേന്ന് പറയണേ. അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ കുറച്ച് ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടി വറുത്ത് വെച്ചത്, നീ അത് ഇപ്പം തന്നെ കാലിയാക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇത് കൊണ്ടുപോയാലും അച്ഛനവിടെ കൂട്ടുകാർക്കൊക്കെ ടച്ചിങ്സ് ആണെന്ന് പറഞ്ഞല്ലേ കൊടുക്കുക, ടച്ചിങ്സ് ആയിട്ടല്ലേ കൊടുക്കുക, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പോയി അലീനയെ വിളിക്കുക എന്ന് പറഞ്ഞ് അവളെ അലീനയെ വിളിക്കാനായിട്ട് പറഞ്ഞു വെക്കണം. ഇതൊക്കെ പറഞ്ഞയക്കുകയാണ്. ഇതൊക്കെ അപ്പുറത്ത് കേട്ടോണ്ട് നിൽക്കുകയാണ് അലീന. എന്നിട്ട് കമല ഒരു ഡയലോഗ് കൂടി പറയുന്നുണ്ട്. അമ്മയെ മയക്കി വെച്ചേക്കാണ് അവൾ, എനിക്ക് അവളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാന്നൊക്കെ വൈജയന്തിയോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് അമ്മയെ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, കൊണ്ടുപോവാണ്. അമ്മ കുറച്ച് നാൾ കൂടി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാണെന്ന് വൈജയന്തി പറയാട്ടോ. അതെന്ത് വർത്താനാ വൈജയന്തി പറയുന്നത്? അതിനർത്ഥം ഞാൻ അമ്മയെ നോക്കുകയും പിടിക്കുകയൊന്നും ചെയ്യണില്ല എന്നല്ലേ എന്ന് ചോദിക്കുകയാണ് കമല. അതെ എന്ന് പറയാണ്. അങ്ങനെ അതെ എന്ന് തന്നെ വീണ്ടും പറയാട്ടോ. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ചേച്ചിയുടെ എങ്ങനെയാണ് അമ്മയെ നോക്കുന്നതെന്ന്. ആ റൂമിലേക്ക് കടക്കാൻ പോലും പറ്റത്തില്ല, മലവും മൂത്രവും ഒക്കെ ആയിട്ട് അതിലാണ് അമ്മ കിടപ്പ്. ഞാൻ വരുമ്പോഴല്ലേ ഇടയ്ക്ക് അമ്മയൊന്ന് കുളിപ്പിക്കുകയും തുടയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അല്ലേ ശിവേട്ട, അല്ലെങ്കിൽ ശിവേട്ടൻ പറയട്ടെ എന്ന് പറയട്ടോ വൈജയന്തി. ഇതൊന്നും കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ശിവേട്ടൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവും കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകണം. ആ എസ്കേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ കണ്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം ശിവേട്ടൻ ഒന്നും പറയുന്നില്ല. വൈജയന്തിയും പ്രതീക്ഷിച്ചാണ് എന്തെങ്കിലും പറയുന്നത്, പക്ഷേ ശിവേട്ടൻ ഒന്നും പറയാതെ അവിടെ നിന്ന് എസ്കേപ്പായി പോവാണ്. ആ സമയത്ത് വാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ വിളിച്ചുകൊണ്ട് വരികയാണ് രഞ്ജു. അലീന പയ്യെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയന്തിയും അലീനയെ നോക്കുന്നു. ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് സാധനം, ശരിക്ക് കണ്ടോ എന്ന് കമല പറയാണ് വൈജയന്തിയോട്. അലീന പക്ഷേ വൈജയന്തിയെ നോക്കുന്നില്ല കേട്ടോ. തല താഴ്ത്തി വെച്ചുകൊണ്ട് തന്നെയാണ് അലീന അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത്. അതോടെ കണ്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കണ്ടിട്ടൊരു കള്ള ലക്ഷണമാണല്ലോ, മുഖത്തേക്ക് നോക്കടി എന്ന് പറയുന്ന. ആ സമയത്ത് അലീന മുഖത്തേക്ക് നോക്കിട്ടോ, മടിച്ചിങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ്. കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഉള്ളൊരു മുഖഭാവമാണ് അലീനയുടേത്. നീ എവിടുന്ന് വന്നവളാന്ന് ചോദിക്കട്ടോ. ആ സമയത്ത് വേഗം ബ്രിജിത്താമ്മ പറഞ്ഞ കാര്യങ്ങളാണ് അലീന ഓർക്കുന്നത്. നീ ആരാണെന്നുള്ള സത്യം നിൻ്റെ അമ്മ അറിയാൻ പാടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചുപോയ മകളാണ്. നീ ജീവിച്ചിരിപ്പില്ല എന്ന് അറിഞ്ഞാൽ മാത്രം ജീവിക്കാൻ ഉള്ള ഒരു ജീവിതമാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കെട്ടിപ്പടുത്തൊരു ജീവിതമാണ്. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം തകർന്നു പോകും എന്ന് പറഞ്ഞ കാര്യം അലീന ഓർക്കുക കേട്ടോ. ആ സമയത്ത് നിൻ്റെ നാട് ഏതാണെന്ന് ചോദിക്കാട്ടോ വൈജയന്തി. ആ സമയത്ത് എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ മെല്ലെ വിക്കി പറയുന്നുണ്ട് കഴക്കൂട്ടം എന്നിട്ടാ. എന്ത് കുഴക്കൂട്ടോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ ഒന്നുകൂടി കഴക്കൂട്ടം എന്ന് പറയുന്നുണ്ട്. കഴക്കൂട്ടോ, ശരി, നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിനക്ക് ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കാട്ടോ. അപ്പം ഇവള് അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അലീന. അപ്പോൾ ആരുമില്ല വൈജയ്, അനാഥാലയത്തിൽ നിന്ന് വന്നതാണ്, ആരുമില്ല എന്ന് പറയാണ് കമല. ഓഹോ, എന്നിട്ടാണോ ഇങ്ങനെ കാണിക്കുന്നത്? ഓർഫനാണോ? നന്നായി, വേറെ ആരെയും കിട്ടിയില്ലേ കമലയെടുത്ത് നിങ്ങൾക്കെന്ന് ചോദിക്കാട്ടോ വൈജ. ആ സമയത്ത് കമല പറയുന്നുണ്ട്, ഞാൻ വിളിച്ചുകൊണ്ട് വന്നതല്ല, നിൻ്റെ അച്ഛൻ തിരുവനന്തപുരത്ത് പോയി ബുക്ക് ചെയ്തതാണ് ഈ സാധനത്തിനെ എന്നുള്ള രീതിയിൽ വളരെ പരിഹാസപൂർവ്വം സംസാരിക്കുകയാണ് കമല. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതിനെ കെട്ടി എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ടാണോ, ഇതിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ മുത്തച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മനു അങ്ങ് തിരുവനന്തപുരത്തിന് പോയത് എന്ന് ചോദിക്കട്ടോ. മനുവിനെ കുറ്റപ്പെടുത്തണ്ട, നിൻ്റെ ഭർത്താവും കൂടി പോയിട്ടുണ്ട്, ബാലചന്ദ്രമേനോനും കൂടി പോയിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയാണ് കമല. മുത്തശ്ശനും കൊള്ളാം, മനുവും കൊള്ളാം, ബാലചന്ദ്രനും കൊള്ളാം, ആണുങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഇതുപോലെയുള്ള സാധനത്തിനെ കൂട്ടിക്കൊണ്ടുവരും, തൊലി വെളുത്തതിനെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറയാട്ടോ വൈജയന്തി. ഞാനും പറഞ്ഞതാണ് ഇത് വേണ്ടാന്ന്, അന്നേരമേ ഞാൻ പറഞ്ഞാണ് ഇത് വേണ്ടാന്ന്. അന്നേരം മനുവിന് മുത്തശ്ശന് കൊടുത്ത വാക്കാണെന്നും പറഞ്ഞിട്ട് ഇവളെ കളയാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറയണ കമല. അത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഈ ആളും ഗോളൊന്നും ഇല്ലാത്തവർ, ഈ കൂട്ടും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ എത്തരക്കാരാണെന്ന് ആർക്കറിയാമെന്ന് പറയട്ടോ. അതുകൂടി കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടം വരികയാണ് വൈജയുടെ വാക്കുകൾ കേട്ടപ്പോൾ. ഇവിടെ അടുത്തൊരാൾ ഒരു അനാഥാലയം നടത്തുന്നതായിട്ടൊരു പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് ഒരു തട്ടിപ്പ് കേന്ദ്രമാണെന്ന് ഇപ്പോൾ പത്രത്തിൽ ഞാൻ വായിച്ചതാണ് എന്ന് പറയട്ടോ. ആ സമയത്ത് കമല, ഇതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറയണ വൈജയന്തി.
ഇങ്ങനെയുള്ള ഇതിനെ ഒന്നും ഇതുപോലെയുള്ള ഒരെണ്ണത്തെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. തള്ള പഴിച്ചതാണെങ്കിലേ മക്കളും ആ വഴിക്ക് തന്നെ പോകുമെന്ന് പറയാണ് വൈജയന്തി. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ അലീനയുടെ അവസ്ഥ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ഫീലിങ്സ് ആണ്, ഭയങ്കര സങ്കടം വരെ. കാരണം സ്വന്തം കാര്യം തന്നെയാണ് വൈജയന്തി പറയുന്നത്. അത് ചിന്തിക്കുന്നില്ല. താനും ഇതുപോലെ ഒരു സാഹചര്യത്തിൽ നിന്ന് കടന്നു പോയതാണെന്ന് വൈജയന്തി ചിന്തിക്കുന്നില്ല. എന്നാലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആളും കൊള്ളുന്നില്ലാത്തവരെ, അനാഥരായവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. നമ്മുടെ വീട്ടിലെ ആൺകൊച്ചുങ്ങളുള്ളതാണ്, പലരും വന്നു പോയി ഇരിക്കും. ഇങ്ങനെ തൊലി വെളുത്തതിനെയൊക്കെ ഇങ്ങനെ കയറ്റാൻ പറ്റും. തള്ള പഴച്ചതാണെങ്കിൽ മക്കളും പഴച്ചത് തന്നെയാവും, ആ വഴിക്ക് തന്നെ പോകത്തുള്ളൂ എന്നൊക്കെ പറയാണ് വൈജയന്തി. ഇതൊക്കെ കേട്ടിട്ട് അലീന സങ്കടം ഇങ്ങനെ പൊട്ടി നിൽക്കാട്ടോ. നീ കൊണ്ടുപോയി നിർത്തി നോക്കുമെന്ന് പറയാണ് ആ സമയത്ത് കമല. നോക്കട്ടെ എന്ന് പറയാണ് വൈജയന്തിയെ. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ അവിടുത്തെ കയ്യിലിരിപ്പെങ്ങാനും പുറത്തെടുത്താൽ നിന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിടും ഞാൻ എന്ന് പറയണേ. ആ സമയത്ത് കമലൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ കയ്യിലിരിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞയക്കും. അതുപോലെ മാനമര്യാദക്ക് ജീവിക്കുന്ന കുടുംബമാണെന്ന് ഓർത്തോണം. ആ സമയത്ത് കമല പറയുന്നുണ്ട്, ഇത്ര ചെറുപ്പമുള്ള ഒരെണ്ണത്തിനെയൊന്നും വീട്ടിൽ വേലക്കാരിയാണെന്നും പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല വൈജയെന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ഹരി അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പ് ആവുകയാണ്. മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എസ്കേപ്പ് ആവുകയാണ്. എന്നാ പറയാനാ, നമ്മളാരെങ്കിലും ഒരാൾ പോയാൽ മതിയായിരുന്നു, നമ്മളാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണത്തിനെ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് പറയാണ് വൈജയന്തി. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും താൻ പിടിച്ചു നിൽക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അലീന പെട്ടെന്ന് മെല്ലെ ചോദിക്കുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അവൾ എന്തോ ചോദിക്കാൻ തുടങ്ങുകയാണെന്ന് കമലയ്ക്കും അതുപോലെ വൈജയന്തിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെല്ല് എന്ന് പറയാണ് വൈജയന്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ അലീന അവിടെ നിന്ന് എസ്കേപ്പായി റൂമിലേക്ക് പോവുക കേട്ടോ. മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടേക്ക് കരഞ്ഞുകൊണ്ടാണ് ആ റൂമിലേക്ക് അലീന കയറി ചെല്ലുന്നത്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മോൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെന്ന് പറയാട്ടോ. അപ്പോൾ കണ്ടിട്ട് എന്ത് പറഞ്ഞു, അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണേ അലീന. എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വേണ്ടായിരുന്നു, ഞാൻ കൊള്ളത്തില്ല, വേറെ പ്രായം ചെന്ന ആരെങ്കിലുമൊക്കെ മതിയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് അലീന പറയാട്ടോ. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി. അതൊന്നും സാരമില്ലായിരുന്നു, പിന്നെ പിഴച്ചുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് അനാഥാലയത്തിൽ വളരുന്നതെന്നും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ ആ സ്വഭാവം കാണിക്കുമെന്നും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ടാട്ടോ പറയുന്നത്. അയ്യോ, അവളെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കട്ടോ മുത്തശ്ശി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാനാണോ പിഴച്ചത് അതോ എന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയവരാണോ പിഴച്ചതെന്ന് ചോദിക്കുകയാണേ. എന്നെ അവിടെ കൊണ്ടുപോയി തള്ളിയവരല്ലേ പിഴച്ചവർ എന്ന് ചോദിക്കാട്ടോ സങ്കടപ്പെട്ടുകൊണ്ട് അലീന. എൻ്റെ കുഞ്ഞെ, അവളിങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയുന്നേയുള്ളൂ, ഒരു എടുത്തുചാട്ടക്കാരിയാണ് എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, മനുഷ്യരല്ലേ ഇവിടെ ഉള്ളവരൊന്നും ചോദിക്കാട്ടോ അലീന. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കാം അവളോടൊന്ന് പറയണേ. അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കാം അവളോടൊന്ന് ആ സമയത്ത് പറയട്ടോ മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, ചോദിക്കണ്ട, എന്നെ ഇവിടുന്ന് പറഞ്ഞേച്ചേക്ക്, ഞാൻ പൊക്കോളാം എന്ന് പറയാണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് ബാത്റൂമിൽ കയറി വാതിലടിക്കാണ് അലീന. അതേ സമയത്താണ് കമലയും വൈജയന്തിയും കൂടെ അമ്മയുടെ റൂമിലേക്ക് വരുന്നത് കേട്ടോ. അവളുടെ മേൽ കണ്ണ് വേണം കേട്ടോ എപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വൈജയന്തി അമ്മയുടെ റൂമിലേക്ക് വരികയാണ്. അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഇപ്പം അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, അമ്മ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ, ഒന്ന് സുന്ദരിയായിട്ടുണ്ട്, നേരത്തെ കണ്ടതുപോലെ ഒന്നും അല്ല എന്ന് പറയാട്ടോ അലീന. വൈജയന്തി മുത്തശ്ശിയോട് ആ സമയത്ത് കമലയുടെ അടുത്തേയും ചോദിക്കാം കേട്ടോ വൈജയന്തി. അപ്പോൾ വൈജയന്തി കമല അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ അമ്മയ്ക്ക് മാറ്റം ഉണ്ടാവാതിരിക്കും, അതുപോലെയല്ല ഞങ്ങൾ അമ്മയെ ഇവിടെ നോക്കുന്നത്, പിന്നെ നീ എന്താ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുക കേട്ടോ കമല വൈജയന്തിയോട്. പോടി അവിടുന്ന്, ആ കൊച്ച് വന്നതുകൊണ്ട് എനിക്ക് പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെ കുറച്ച് കഞ്ഞിവെള്ളം തരും, അതാണ് ഇവള് ചെയ്യുന്നത്. എന്നിട്ട് ആ മലത്തിലും മൂത്രത്തിലും ആയിട്ട് ഞാൻ ഇവിടെ കിടന്ന റൂമിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല, ആ കൊച്ച് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ആ കൊച്ചാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതെന്നൊക്കെ പറയാണ് മുത്തശ്ശി കേട്ടോ. അതൊന്നും കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കമല പറയുന്നുണ്ട്, കേട്ടല്ലോ വൈജയ്, ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അമ്മയ്ക്ക് കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. പൊടി അവിടുന്ന്, ആ കൊച്ച് വന്നേ പിന്നെ എനിക്ക് ഇച്ചിരി വൃത്തിയും വെടിപ്പുണ്ട്, ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കുന്നുണ്ട്, നീ കണ്ടതല്ലേ മുൻപ് ഇവിടെ എങ്ങനെയാണ് കിടന്നതെന്ന്, ആ പെങ്കൊച്ച് വന്നേ പിന്നെയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് എന്ന് പറയാണ് മുത്തശ്ശിട്ടോ. അപ്പം വൈജയന്തി അത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പെങ്കൊച്ചിനെ ആരാ കൊണ്ടുവന്നത്? മനുവല്ലേ കൊണ്ടുവന്നത്, എല്ലാം ശരിയാക്കി കൊടുത്തിട്ട് പഴി എനിക്ക് മാത്രം എന്ന് ദേഷ്യപ്പെടുകയാണ് കമല. ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കമല അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണേ. അപ്പോൾ വൈജയന്തി കമല പോയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എവിടെ അവള്, അമ്മയുടെ നോട്ടക്കാരി എവിടെയും ചോദിക്കുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് കുളിമുറിയിലേക്ക് പോകുന്നത് കണ്ടു, നീ എന്നാ വർത്താനം ആ കൊച്ചിനോട് പറഞ്ഞതെന്ന് ചോദിക്കട്ടോ. അതിന് കരയാനും വേണ്ടി മാത്രം ഞാൻ എന്ത് വർത്താനം അവളോട് ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് വൈജയന്തി.
ഞാൻ എന്ത് വർത്താനം അവളോട് പറഞ്ഞത്? അത് അപ്പോഴേക്കും അമ്മയുടെ അടുത്ത് വന്ന് പരാതിയും പറഞ്ഞു അവളെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൾ പഴച്ചുണ്ടായതാണെന്ന് നീ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മേ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഓർഫനേജിൽ വളരുന്ന പല കുട്ടികളും അങ്ങനെയായിരിക്കും. അപ്പോൾ അവർ ആ സ്വഭാവം കാണിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടെ. പോരെ, അത് പോരെ പറയാൻ. അത് പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാനും മാത്രം ബുദ്ധിയില്ലാത്ത കൊച്ചൊന്നുമില്ലല്ലോ അവള്. അതിൽ കൂടുതൽ അപമാനം എന്താണുള്ളത്? മുഖത്ത് നോക്കി പഴിച്ചവളെന്ന് വിളിച്ചതുപോലെ ആയില്ലേ ആ ചോദ്യം എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതല്ലേ സത്യം? അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന്, അവളുടെ തന്തയും തള്ളയും ആരാണെന്ന് അവൾക്കറിയോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്കറിയാത്തത്? നല്ല കുടുംബത്തിൽ, നല്ല ബന്ധത്തിൽ, നല്ല രീതിയിൽ ജനിച്ച കൊച്ചുങ്ങളെ ഒന്നും ആരെങ്കിലും ഓർഫനേജിൽ കൊണ്ടാക്കുമോ? ഇല്ലല്ലോ. അബദ്ധത്തിൽ അല്ലെങ്കിൽ അവിഹിതത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ അല്ലേ ഓർഫനേജിൽ കൊണ്ടാക്കൂ? അല്ലെങ്കിൽ ദരിദ്രവാസിയായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അങ്ങനെയൊക്കെയല്ലേ കൊണ്ടാക്കത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി ആ മുത്തശ്ശിയോട് കേട്ടോ. അതൊന്നും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് അതിൻ്റെ മുഖത്ത് എടി മോളെ, അതിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ അതേതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ടവളായിരുന്നു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതേ ഞാൻ പറഞ്ഞുള്ളൂ, നല്ല കുടുംബത്തിൽ ജനിക്കേണ്ടവൾ എങ്ങനെ ഓർഫനേജിലെത്തി? അതിൻ്റെ തള്ള പഴിച്ചുപോയി, അതുകൊണ്ടല്ലേ എന്ന് പറയാട്ടോ വൈജയന്തി. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്നൊക്കെ പറഞ്ഞാലും അതൊരു നല്ല പെങ്കൊച്ചാണ്, നല്ല വൃത്തിയും മെനയും ഒക്കെ ഉണ്ട്, പ്രായമുള്ളവരെയൊക്കെ നോക്കാനൊക്കെ അതിന് നന്നായിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് ചെയ്യാനറിയാം, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, നല്ല സ്നേഹമുള്ള കൊച്ചാണ്, ഒന്നാമത് അനാഥയാണെന്ന് ഉള്ള ഒരു കോംപ്ലക്സ്, അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് അവൾക്കുണ്ട്, ആരുമില്ല എന്നുള്ളത്. നമ്മളൊക്കെ കുറച്ചൊന്ന് സ്നേഹത്തോടെ പെരുമാറിയാൽ ആ വിഷമൊക്കെ ഒന്നാണ്ട് മാറും എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. അവളോട് നല്ല രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് പറയണേ. അപ്പോൾ അവൾ വളർത്തിക്കൊണ്ടുവന്ന അമ്മ മരിച്ചുപോയി, ഒരു ഓർഫനേജിലാണ് വളർന്നത്, ആ സ്ഥാപനവും പൂട്ടിപ്പോയി, പാവമാണ് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നമ്മൾ ആ സെൻറ്റിമെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ഒരു വേലക്കാരിയായിട്ട് മാത്രം കണ്ടാൽ മതി, പറ്റുവാണെങ്കിൽ നമുക്ക് കൂടെ നിർത്താം, അല്ലെങ്കിൽ പറഞ്ഞയക്കാം, അവളെവിടെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ എന്ന് പറയാണ് വൈജയന്തി ആ സമയത്ത് മുത്തശ്ശിയോട്. അപ്പം മുത്തശ്ശി അലീന എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അലീന ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ വൈജയന്തി ചോദിക്കുന്നത്, ഞാൻ നിന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാ പറഞ്ഞടി, ഒന്ന് തൊട്ടാൽ ഉരുകുന്ന വെണ്ണയാണോ നീ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ. മതി, ഇനി അതിനെ കരയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി വഴക്ക് പറയാണ് വൈജയന്തിയെ. ആ സമയത്ത് വൈജയന്തി എഴുന്നേറ്റിട്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഓർഫനേജിലെ കുഞ്ഞുങ്ങൾ പലതും പഴിച്ചുണ്ടായതായിരിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞത്, അത് ശരിയല്ലേ? നീ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ അലീന ആകെ വിഷമത്തോട് കൂടിയിട്ട് വൈജയന്തി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അലീനയുടെ നോട്ടം കണ്ടിട്ട് പറയടി എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് എനിക്ക് അറിയില്ല എന്ന് പറയണേ. നിന്റെ തന്തയും തള്ളയും ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് ധാർഷ്ട്യത്തോട് കൂടിയിട്ട് തന്നെയാണ് അലീനയോട് വൈജയന്തി സംസാരിക്കുന്നത് കേട്ടോ. നിന്റെ തന്തയും തള്ളയും ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ്. അതോടെ കേൾക്കുമ്പോൾ അലീന ഭയങ്കര ഫീലിംഗ് ആട്ടോ, അലീനയ്ക്ക് ഭയങ്കര വിഷമാണ്. അറിയത്തില്ലല്ലോ നിനക്ക്? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ കരയാൻ നിന്നാൽ നിനക്ക് അതിനെ നേരം കാണത്തുള്ളൂ. നോക്കിയും കണ്ടൊക്കെ പെരുമാറിയാൽ നിനക്ക് കൊള്ളാം. എൻ്റെ സ്വന്തം മക്കളോട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത്. പിന്നെ നിൻ്റെ മുന്നിൽ മാത്രം ഞാൻ താഴണോ? എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഇവളുടെ സംസാരം കേട്ടിട്ട്, വൈജയന്തിയുടെ സംസാരം കേട്ടിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മതി, നീ ഒന്ന് നിർത്ത് എന്ന് പറയണേ. എന്നിട്ട് വൈജയന്തിക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല. പറഞ്ഞത് മനസ്സിലായോടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്ന് തലയാട്ടുണ്ട്, മൂളുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മൂളുക കേട്ടോ, എന്ന് മൂളുകയാണ്. എന്നിട്ട് ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് വൈജയന്തി അവിടെ നിന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിവിടെ സുഖമാണോ എന്ന് ചോദിക്കുകയാണേ വൈജയന്തി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പട്ടി കിടക്കുന്ന പോലെ ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നത് എന്ന് പറയട്ടോ. ഒന്ന് അത്ര നല്ല രീതിയിലൊന്നുമല്ല മുത്തശ്ശി പറയണത്. കാരണം അലീനയെ കുറ്റം പറഞ്ഞൊന്നും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, ശിവേട്ടൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നാളെ തന്നെ നമുക്ക് കളപ്പാട്ടൂരിലേക്ക് പോവാം എന്ന് പറയണം. അത് കേട്ടിട്ട് ശരിയെന്ന് മുത്തശ്ശി പറയണം. ആ സമയത്ത് വൈജയന്തിയുടെ ഫോണിൽ എന്തോ മെസ്സേജ് വരിക, അത് നോക്കിക്കൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യാട്ടോ. അലീന കണ്ണെടുക്കാതെ വൈജയന്തിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിയും കമലയും കൂടെ ശിവേട്ടനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നതാട്ടോ. ആ സമയത്ത് ശിവേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കിടക്കുന്നില്ലേ, ഒരുപാട് ലേറ്റ് ആയല്ലോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പം തന്നെ പാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണേ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ പോയി കിടക്കുക കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ നടു ഒടിഞ്ഞു, ഇന്നൊരു ദിവസം പോലും, ഇന്നത്തെ ദിവസം ഒന്നും ഇരുന്നിട്ട് പോലും ഇല്ല, നടു നിവർത്തിയിട്ടില്ല, ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാതെ എങ്ങനെ കിടക്കും എന്നൊക്കെ ചോദിക്കട്ടോ. അവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുന്ന ടേബിളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ചേച്ചി അവളെ ഇങ്ങോട്ട് വിളിക്കുക, ആ കുലീനയെ എന്ന് പറയണേ. അവൾ കിടന്നിട്ടുണ്ടാവും എന്ന് പറയാണ് കമല. അവളെ എങ്ങനെ കിടക്കുക, നമ്മൾ വീട്ടുകാർ ഇവിടെ ഇങ്ങനെ ഉറങ്ങാതെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളെങ്ങനെ കിടക്കുക, അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക
ഈ വീട്ടിലൊരുത്തിയുണ്ട് കുഞ്ഞുമോള്, പഠിച്ച കള്ളിയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട് ഇവളെയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളെ പറഞ്ഞേച്ചേക്കണം, എന്തിനാ വെറുതെ 2 പേർക്ക് ശമ്പളം കൊടുക്കുന്നത്, അത് ഞാൻ നേരത്തെ തീരുമാനിച്ച് വെച്ചേക്കാണ്, ചേച്ചി പോയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കമലയെ അലീനയെ വിളിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് അലീനയും മുത്തശ്ശി ഇങ്ങനെ കിടന്നുറങ്ങുന്നതാട്ടോ. ആ സമയത്ത് ഡോറിൽ വന്ന് ഇങ്ങനെ തുരുതുരാ മുട്ടി വിളിക്കുകയാണ് കമല. എടി അലീന എന്തൊരു ഉറക്കത്, എഴുന്നേക്കടി വാതിൽ ഉറക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, തുരുതുരാ വിളിക്കുകയാണ്. അങ്ങനെ അതിൽ അലീന എഴുന്നേക്കാട്ടോ. എന്നിട്ട് ലൈറ്റ് ഓൺ ആയിക്കാണ്. ആ സമയത്ത് മുത്തശ്ശിയും ഉണരുന്നുണ്ട്. എന്താ നേരം വെളുത്തോന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അലീന പോയി ഡോറ് തുറക്കുന്നുണ്ട്. എന്തൊരു ഉറക്കം അത്, എത്ര നേരം വിളിക്കുന്നു, ഇങ്ങനെയുണ്ട് ഒരു ഉറക്കം എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണെ. ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയാണ് അലീന. നല്ല ഉറക്കമായിരുന്നു എന്ന് പറയാണ് അലീന. ആ സമയത്ത് നീ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ കുറച്ച് ജോലി ഉണ്ടെന്ന് പറയാട്ടോ കമല. അപ്പോൾ അലീന പോകാനുള്ളൊരു മടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും നേരം ജോലി ചെയ്തിട്ട് വന്ന് കിടന്നതാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് രാത്രി 10 വരെ അതിനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അതൊന്ന് വന്ന് കിടന്നിട്ടുള്ളൂ, ആ കൊച്ചൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയാട്ടോ. ഞങ്ങളിവിടെ ഉറങ്ങുന്നില്ലല്ലോ, അവൾ ഉറങ്ങണ്ട, അവിടെ ഒരുപാട് ജോലി ഉണ്ടെന്ന് പറയണം. അപ്പോൾ കുഴപ്പമില്ല മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന കമലയുടെ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് വൈജയന്തിയുടെ അടുത്തേക്ക് കേട്ടോ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് നല്ല ഉറക്കമായിരുന്നു, വിളിച്ചെഴുന്നേൽപ്പിച്ചതാണ് എന്ന് പറയണം. ഇവിടെ വിളിച്ചെഴുന്നേൽപ്പിച്ചതാണെന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് നിനക്കൊരു കുഴപ്പമില്ലേ ഇങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്ന് ചോദിക്കാട്ടോ. കുഴപ്പമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് അലീന പറയാട്ടോ. ഒരു പ്രശ്നമില്ല, നിന്നെ ഈ രാത്രിയിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, പറഞ്ഞാൽ മതിയെന്ന് പറയണേ. അപ്പോൾ കമല പറയുന്നുണ്ട് ഈ ഫ്ലോറ് മുഴുവൻ തുടച്ച് വൃത്തിയാക്കണം, അതുപോലെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്, അങ്ങനെയുള്ള ജോലികളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അലീന പോയിട്ട് അടിച്ചു വരാനുള്ള ചൂലും സാധനങ്ങളൊക്കെ എടുത്തു വരിക കേട്ടോ. അപ്പോൾ അലീന ഞാൻ ചെയ്തോളാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ടിട്ട് ആകെ അതിശയിച്ചു പോവുകയാണ് കമലയും വൈജയന്തിയും. പക്ഷേ അവർ വിചാരിച്ചത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്. പക്ഷേ നേരെ വിപരീതമായിട്ട് എല്ലാം ചെയ്തോളാം എന്നാണ് നമ്മുടെ അലീന പറഞ്ഞത്. അത് കേട്ടിട്ട് അവരാകെ അതിശയിച്ചു പോവുകയാണ്. അങ്ങനെ അവളെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണേ. അങ്ങനെ അലീന അതൊക്കെ തുടച്ച് വൃത്തിയാക്കാനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പോയി ഉറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കമലയും കൂട്ടിക്കൊണ്ട് പോവാണ്. ആ പോകുന്ന സമയത്ത് ഇതേ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് പറയാട്ടോ വൈജയന്തി അലീനയുടെ അടുത്ത്. എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ക്ലീൻ ആക്കാനായിട്ട് തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ശിവശങ്കര മേനോനും ഹരിയും കൂടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. വൈജയന്തി വരുന്നില്ലേ എയർപോർട്ടിലേക്ക് ചോദിക്കാട്ടോ ഹരി. ഇല്ല വരുന്നില്ല, അവൾക്ക് അമ്മയെ കൊണ്ടുപോകണ്ടേ, ആംബുലൻസ് വരും, നീയും പോകണം കളപ്പോട്ടൂരിലേക്ക് അവരെ കൊണ്ടുപോയി വിടാനെന്ന് ഹരിശങ്കറിനോട് പറയാട്ടോ. അപ്പോൾ ഓക്കെ ശരി ഞാനും പൊക്കോളാം എന്ന് പറയാണ് ഹരിശങ്കർ. അപ്പോൾ ഇനി മുത്തശ്ശി അവിടെയാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നീ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ അങ്ങോട്ടേക്ക് പോകുമെന്ന് ഇവിടുത്തെ കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ അറിയും, നിനക്ക് മാത്രം അറിയില്ലേ, എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറയാണ് ഹരി. അച്ഛൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് കാശ് എന്നിട്ട് പോകണമെന്ന് ചോദിക്കുകയാണേ. പറയാം കേട്ടോ ഹരി. അതെന്തിനാണ് നിനക്ക് കാശ്, ഞാൻ കൈതക്കൽ മാളിക വീട്ടിൽ ഉള്ള ഒരു കൊച്ചല്ലേ, ഞാൻ അതിൻ്റെ അന്തസ്സ് കാണിക്കണ്ടേ, അന്തസ്സ് ഉയർത്തിപ്പിടിക്കണ്ടേ, അപ്പോൾ എനിക്ക് കുറച്ച് കാശൊക്കെ വേണം, നീയാണോ ഇവിടുത്തെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അലീന. ഹരി കേട്ടോ അച്ഛൻ എന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ എന്ന് പറയാണ് ഹരി. ഞാൻ നിന്നെ എസ്റ്റിമേറ്റേ ചെയ്തിട്ടില്ല, എന്നിട്ടല്ലേ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയാണ് ശിവശങ്കര മേനോൻ. ശിവശങ്കര മേനോൻ അകത്തേക്ക് പോയ തക്കം നോക്കിയിട്ട് പെട്ടെന്ന് കാറിൻ്റെ ഡിക്കി തുറന്നുകൊണ്ട് ആ ബാഗിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റുകയാണ്. ദുബൈക്ക് പോണവർ എന്തിനാ ഇത്രയും കാശ് കൊണ്ടുപോകണത്, കാശ് ഉണ്ടാക്കാനല്ലേ പോണതെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് സ്വന്തം പോക്കറ്റിലേക്ക് വെക്കുകയാണ് ഹരി. ആ സമയത്ത് ബാലചന്ദ്ര മേനോൻ അങ്ങോട്ടേക്ക് വരികയാണ്. ബാലചന്ദ്രമേനോൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അച്ഛൻ എന്തേടാ റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട് എയർപോർട്ടിലേക്ക് പോകാൻ അച്ഛൻ റെഡി ആയിട്ടുണ്ട്, എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനുള്ളവരാണ് ഇതുവരെ റെഡി ആവാത്തവർ, ഞാൻ ലേറ്റ് ആയോ എന്ന് ചോദിക്കുകയാണ്. അങ്കിളിൻ്റെ കാര്യമല്ല, ഇവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവനെ ഒന്ന് സൂക്ഷിച്ചു, ആരൊക്കെ വരുന്നുണ്ടെന്ന് ചോദിക്കുക കേട്ടോ. എനിക്കറിയില്ല, മുത്തശ്ശി വരുന്നില്ല ഏതായാലും എന്ന് പറയാം കേട്ടോ എന്ന് മൂളിക്കൊണ്ട് ബാലചന്ദ്രമേനോൻ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും അലീനയാണ്. അലീന എല്ലാ സാധനങ്ങളും ഇങ്ങനെ പാക്ക് ചെയ്യാണ്. എടി കൊച്ചൻ നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോന്ന് ചോദിക്കുകയാണ്. എൻ്റെ അതൊക്കെ എടുത്തു വെച്ചു, എനിക്ക് അധികമൊന്നുമില്ലല്ലോ എടുത്തു വെക്കാനെന്ന് പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ആ രഞ്ജുനോട് ചോദിച്ചാൽ ചിലപ്പോൾ പഴയ ചുരിദാർ എന്തെങ്കിലും കിട്ടും, അമ്മമാർ നിറയെ ചുരിദാറാണെന്ന് ഡ്രസ്സുകളാണെന്ന് പറയാട്ടോ മുത്തശ്ശി. തരാൻ മനസ്സുള്ളവരോട് ചോദിച്ചാലല്ലേ മുത്തശ്ശി കിട്ടത്തുള്ളൂ എന്ന് പറയണം അലീന ആ സമയത്ത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ശിവശങ്കരൻ സാറിനെ കൊണ്ടുവിടാൻ മുത്തശ്ശിയുടെ മകളും പോകുന്നുണ്ടോ എയർപോർട്ടിലേക്കെന്ന് ചോദിക്കുകയാണ്. അവൾ പോകുന്നില്ലടി, അവൾ പോകുന്നില്ല, ബാലചന്ദ്രനും കമലയും രഞ്ജുവും കൂടിയാണ് കൊണ്ടുവിടാനായിട്ട് പോകുന്നതെന്ന് പറയാട്ടോ മുത്തശ്ശി. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.